ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെജോറിറ്റി കുട്ടികളിപ്പോൾ ഫോൺ കാണുന്നുണ്ടെങ്കിലും എഴുതുന്നുണ്ടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിലും കിടന്നുകൊണ്ടും സോഫയിലൊക്കെ ചെരിഞ്ഞും ചാഞ്ഞും ഒക്കെ കിടന്നുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അത് എത്രത്തോളം കുട്ടികളുടെ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ സ്പൈനൊക്കെ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് അല്ലേ, സ്പൈന് ഡിസ്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു അബ്നോർമൽ പോസ്ചറിൽ വായിക്കുക, കമിഴ്ന്ന് കിടക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് അവരുടെ സ്പൈനിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് തന്നെ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇതേപോലെ IVDP എന്ന് പറയും, നമ്മൾ ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് വരും. അത് ഡിസ്ക് പുറത്തേക്ക് വന്ന് നെർവ്സിനെ കംപ്രസ് ചെയ്യാൻ നോക്കും. അല്ലാതെ ഇത് ഓൺ ഓഫ് എ സഡൻ ഒറ്റൊരു ദിവസം കൊണ്ട് നിങ്ങൾ മുതിർന്നു 25-26 വയസ്സാകുമ്പോൾ വരുന്നതല്ല. നിങ്ങളുടെ ഡിസ്കും അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസും ഒക്കെ വീക്ക് ആവുമ്പോഴാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അബ്നോർമൽ ആയിട്ടുള്ള പോസ്ചർ നിങ്ങൾ കുട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നു, കുനിഞ്ഞ് തന്നെ ഇരുന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ കിടന്നിരുന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്ന് വല്ലാത്ത പോസ്ചറിൽ TV കാണുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി സ്ലോലി ഒരു ഹെൽത്തി പോസ്ചറിലേക്ക് മാറ്റുക. നമ്മൾ ഇരിക്കുവാണെങ്കിലും സ്പൈൻ, അതായത് പുറത്തേക്ക് നല്ല സപ്പോർട്ടുള്ള ചെയർ വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇരുന്ന് എഴുതാനും ഇരുന്ന് വായിക്കാനും ഉള്ള സൗകര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ ആംറെസ്റ്റൊക്കെ ഉള്ള ഒരു ചെയർ കൊടുത്തിട്ട് വേണം എഴുതിക്കുക. അതും വെൽ ലൈറ്റഡ് റൂമിൽ കുഞ്ഞ് എഴുതട്ടെ. പല കുട്ടികളും ഇങ്ങനെ ഈ ടേബിളിലൊക്കെ ഇങ്ങനെ കിടന്നിരുന്നൊക്കെ എഴുതുന്നത് നമ്മൾ കാണാറുണ്ട്. അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. പതുക്കെ കുഞ്ഞുങ്ങൾ എണീറ്റ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പതുക്കെ അത് അവരുടെ ഒരു ബിഹേവിയറിൻ്റെ, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഫ്യൂച്ചറിൽ അവരൊരു ബാക്ക് പെയിൻ, ക്രോണിക് ആയിട്ട് കഴുത്ത് വേദന, ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ഒരാളായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കമൻസും സജഷൻസും അറിയിക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.